ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും 33 ദിവസം നീണ്ടു നിൽക്കുന്ന വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്ക ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു ഗീതം ആലപിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഏകത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. വിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ വസന്തത്തിൻ പനിനീ പോലെ നീർച്ചാലിനരികിൽ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ വസന്തത്തിൻ പനിനീ പോലെ നീർച്ചാലിനരികിൽ പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ച് പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി കൊടുത്ത് നമുക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ വേണ്ടിയുള്ള വലിയ ഒരുക്കത്തിലാണ് നമ്മൾ. ഇന്ന് 9-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ജൂലൈ 22 ഇന്ന് 9-ാം ദിവസമാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വളരെ വലിയ പ്രധാന കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിലെ ജ്ഞാനം ആർജിച്ചാൽ ഹ്രസ്വകാലം കൊണ്ട് നീതിമാൻ പൂർണ്ണത കൈവരിക്കുന്നു. ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ പ്രായം വളരെ വേണം നിർബന്ധമില്ല. ചെറുപ്രായത്തിലെ ജ്ഞാനം അഭ്യസിച്ചാൽ ഹ്രസ്വകാലം കൊണ്ട് നീതിമാൻ പൂർണ്ണത കൈവരിക്കും. ഇതൊരു വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ചിലർക്ക് പ്രായമായുള്ളവർക്ക് ഇത് സാധിക്കാതെ വരുന്നുണ്ട്, എന്നാൽ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്കറിയില്ല, അത് പ്രായം നോക്കിയല്ല ആത്മീയ വളർച്ച, ഹൃദയത്തുറവി അനുസരിച്ചാണ്, ഹൃദയങ്ങൾ നോക്കിയാണ് ദൈവം കൃപ വർഷിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ആരാണോ ദാഹത്തോടെ സ്വീകരിക്കുന്നത്, ആരാണോ ദാഹാർത്തരായി ജലാശയത്തിലേക്ക് വരുന്നത്, അവർ കൂടുതൽ പാനം ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കും. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്നു, പ്രായമായവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്നു എന്നല്ല, അല്ലെങ്കിൽ യോദ്ധാക്കളെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആർക്കാണോ വിശപ്പ്, ആർക്കാണോ ദാഹം, അവരെ കർത്താവ് സ്വർഗീയമായ ദാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നു, വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തും, ഒരുപാട് കൃപകൾ കൊണ്ട് ദൈവം തൃപ്തിപ്പെടുത്തും. അതുകൊണ്ട് ചെറുപ്പത്തിലെ ജ്ഞാനം സ്വീകരിച്ചാൽ ഹ്രസ്വകാലം കൊണ്ട് നീതിമാൻ പൂർണ്ണത കൈവരിക്കും, ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരിക്കും. നിൻ്റെ ഗുരുക്കന്മാരെക്കാൾ വലിയ ജ്ഞാനിയാക്കി ദൈവം നിന്നെ മാറ്റും. ഇനി വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും മനസ്സിലിതാണ്, ഞാൻ ഇത്രയും കാലമായിട്ട് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇത് ഇനി എന്നായിരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്, ഇനി ഇത് ജയിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചില ചിന്തയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് വലിയ ആത്മീയ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, കൊച്ചു കുട്ടികൾ നടക്കാൻ പഠിക്കണമെന്ന് നോക്കുക. നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കും, പിന്നെ വീണ് പോകും. പക്ഷേ കുട്ടികൾ എന്താ ചെയ്യണത്, കുട്ടികൾ ആദ്യം നടക്കും, അലച്ച് തല്ലി വീഴും, വീണ്ടും നടക്കും, ആദ്യം കയ്യെന്ന് നടക്കും, പിന്നെ മുട്ടുമെന്തി നടക്കുന്നു, പിന്നെ അത് എഴുന്നേറ്റ് ഒറ്റക്കാലം 2 കാലം നടക്കാൻ തുടങ്ങുന്നു, വീഴുന്നു, വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നു, വീഴുന്നു, അത് ഓടാൻ തുടങ്ങുന്നു. അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതിന് വലിയൊരു ദൃഢനിശ്ചയമുണ്ട്, എനിക്കും നടക്കണം, എനിക്കും ഓടണം, എനിക്ക് ദൂരങ്ങൾ കവർ ചെയ്യണം. ആ ഉള്ളിലൊരു ത്വര, അതിൻ്റെ ഉള്ളിലൊരു നൈസർഗികമായ ഒരു വലിയ സ്ട്രോങ് ഇൻസ്പിറേഷൻ കിടക്കുകയാണ്. അതുകൊണ്ടത് മുന്നോട്ട് അത് ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല, മടുക്കുന്നില്ല. അത് കൊച്ചുകുട്ടി വീണു എഴുന്നേറ്റ് അത് നടന്നേ മതിയാവും എന്ന് പറഞ്ഞത് നിൽക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ആധ്യാത്മിക ജീവിതത്തിൽ. വീഴാനും എഴുന്നേൽക്കാനും ദൈവം ഇടപെടുത്തും. പക്ഷേ എന്തിനാ? നമ്മുടെ ആഗ്രഹം വർദ്ധിക്കണം, നമ്മുടെ ഉത്സാഹം വർദ്ധിക്കണം, നമ്മുടെ യുദ്ധം വർദ്ധിപ്പിക്കണം, നമ്മുടെ പരിശ്രമം വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് ട്രൈ യുവർ മാക്സിമം. പരിശ്രമമാണ് ദൈവം നോക്കുന്നത്. നല്ല സ്വരത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ചിന്തിക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായം 18-19 വാക്യങ്ങളാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ഇന്നത്തെ വിഷയമാണ്, നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. എന്താ അത്? ഭക്ഷണാസക്തിയെ നിയന്ത്രിക്കുക. നമ്മുടെ ജീവിതത്തിനോട് ഇടപഴകി കിടക്കുന്നെന്ന് പറഞ്ഞാൽ ഓരോ ഇഞ്ചും നമ്മുടെ ഓരോ കോശങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണിത്. നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ എല്ലാ മിനിറ്റിനോടും ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് ഭക്ഷണ ആസക്തി, രുചി.
നമ്മൾ വിചാരിക്കുന്ന പോലെ തീരെ നിസ്സാരമായൊരു ഘടകമല്ല അത്. ലോകത്തിൻ്റെ അരൂപി നമ്മളിലേക്ക് ശക്തമായി ഒഴുകി അല്ലയടിച്ച് കയറി വരുന്ന ഒരു ഡോറാണത്. ലോകത്തിൻ്റെ അരൂപി നമ്മളിലേക്ക് സുനാമി പോലെ പ്രവഹിച്ച് കയറി വരുന്ന ഒരു വാതിലാണ് ഭക്ഷണാസക്തി. നമ്മുടെ ആത്മാവ് ദുർബലമാകുന്ന ഒരു മണ്ഡലം കൂടെയാണത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 3:16, 18, 19 വാക്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, പലരും യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു. എന്താ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നവരുടെ സ്വഭാവവിശേഷം? നാശമാണ് അവരുടെ ഉദരമാണ് അവരുടെ ദൈവം. യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയുള്ള ജീവിതമുണ്ട്, ഉദരം ദൈവമായിട്ടുള്ള ജീവിതമുണ്ട്. ഉദരം, രുചി, ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, ഭക്ഷണാസക്തിയെ നിഗ്രഹിക്കുന്നതാണ് ബാഹ്യമായ ഇന്ദ്രിയ നിഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് പല ഇന്ദ്രിയ നിഗ്രഹങ്ങൾ ചെയ്യാം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണാസക്തിയെ നിയന്ത്രിക്കുകയാണ്. പെനൻസ് ആൻഡ് മോട്ടിഫിക്കേഷൻ എന്ന ആ ഒരു വിഷയത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഭൂമിയിൽ വെച്ച് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ പെനൻസ്, പരിഹാരം, പ്രായശ്ചിത്ത പ്രവൃത്തി എന്താണ്? ശരീരത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പരിഹാരം നിറഞ്ഞ പ്രവൃത്തി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായൊരു വിശുദ്ധൻ അതിന് കൊടുക്കുന്ന ഉത്തരം എങ്ങനെയാണ്? ശരീരത്തിൽ നമുക്ക് പലതരത്തിൽ ആന്തരികമായി ചില ഇതൊക്കെ അനുഷ്ഠിക്കാം, ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കാം. ശരീരത്തിൽ ത്യാഗം അനുഷ്ഠിക്കുമ്പോൾ ഏറ്റവും വലിയ മോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ്, ഉപവാസമാണ്. ഭക്ഷണം ഉപേക്ഷിച്ച് ദൈവസന്നിധി, ദൈവത്തോട് കൂടെ ആയിരിക്കുക. ഫാസ്റ്റിംഗ് ശരീരത്തിൻ്റെ ഇച്ഛയെ കട്ട് ചെയ്യുന്നതാണത്, ഫാസ്റ്റിംഗ്. അതുപോലെ തന്നെയാണ് ഇന്ദ്രിയ നിഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയ നിഗ്രഹം എന്താണെന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരിയോട് ചോദിച്ചപ്പോൾ അൽഫോൻസ് ലിഗോരി പറയുകയാണ്, ഭക്ഷണാസക്തിയെ നിയന്ത്രിക്കുന്നതാണ്, രുചിയെ കെടുത്തുന്നതാണ്, ഈ രുചിയെ നിഗ്രഹിക്കുന്നതാണ്, ഭക്ഷണാസക്തിയെ നിയന്ത്രിക്കുന്നതാണ് ബാഹ്യമായ ഇന്ദ്രിയ നിഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായ ഇന്ദ്രിയ നിഗ്രഹം. അത് വലിയ സ്ഥാനമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേര് വളരെ വലിയ ദൈവകൃപയുടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് വളരെ ഈസിയാണത്. അവർക്ക് ഒത്തിരി ഇപ്പം തന്നെ ഒരുപാട് പേര് അങ്ങനെ ദാനിയൽ ഫാസ്റ്റിംഗ് ആയിട്ടും ഭക്ഷണം ഉപേക്ഷിച്ചും ഭക്ഷണത്തെ മൈൻഡ് ചെയ്യാതെ നടക്കുന്നവരും രുചിയുള്ള ഭക്ഷണം വേണ്ടാന്ന് വെക്കുന്നവരൊക്കെ ഉണ്ട്. കുട്ടികളുണ്ട്, യുവതിവാക്കന്മാരുണ്ട്. യു ആർ സോ ബ്ലസ്ഡ്. കാരണം ദൈവം തന്ന കൃപ കൊണ്ടാണ് സാധിക്കുന്നത്. കാരണം ഇത് ഏറ്റവും മുഖ്യമായ ഇന്ദ്രിയ നിഗ്രഹങ്ങളുടെ ഒരു മേഖലയാണ്. രുചിയെ നിഗ്രഹിക്കുക, ഭക്ഷണാസക്തിയെ നിയന്ത്രിക്കുക. ഇതിനെക്കുറിച്ച് വെല്ലിനോവയിലെ വിശുദ്ധ സെൻറ്റ് ആൻഡ്രൂസ് വെല്ലിനോവ അദ്ദേഹം പറയുന്നത് എന്താണ്? പരിപൂർണതയുടെ വഴിയെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ഫസ്റ്റായിട്ട് രുചിയെ നിഗ്രഹിക്കാൻ പഠിക്കണം, രുചിയെ നിഗ്രഹിക്കാൻ ആരംഭിക്കണം. രുചിയുള്ള വസ്തുക്കൾ തേടിയുള്ള പോക്ക് നമ്മുടെ നൈസർഗികമായൊരു സ്വഭാവമാണ്. രുചിയുള്ള ഭക്ഷണം വേണം, രുചിയുള്ള പാനീയം വേണം, നല്ല രുചി വേണം. ഇത് നമ്മുടെ നൈസർഗികമായൊരു ശരീരത്തിനൊരു പ്രവണതയാണത്, നാച്ചുറൽ. പക്ഷേ അതിനെ സൂപ്പർ നാച്ചുറൽ ഗ്രേസ് കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, അതിസ്വാഭാവികമായ വരദാനങ്ങൾ കൊണ്ട് നമ്മളെ ചൊൽപ്പടിക്ക് നിർത്തണം, നിയന്ത്രിച്ച് നിർത്തണം. രുചിക്ക് നമ്മൾ അടിമപ്പെടരുത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയണത്, രുചിയെ പരിപൂർണതയുടെ വഴിയെ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിക്ക് ഈ ഒരു കാര്യം ചോദിച്ചാൽ ദൈവം അത് കൊടുക്കും. രുചിയെ നിയന്ത്രിക്കാനും നിഗ്രഹിക്കാനുമുള്ള ഒരു കൃപ, ഒരു അനുഗ്രഹം. രുചിയെ നിഗ്രഹിക്കാൻ ആരംഭിക്കണം, ആഗ്രഹിക്കണം, അതിനൊരു തീരുമാനം എടുക്കണം, അതിൻ്റെ മേൽ വിജയം നേടണം. എങ്കിലേ സുഗമമായി നമുക്ക് കർത്താവിൻ്റെ കൂടെ നടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഫിലിപ്പ് നേരി ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? നീ ഭക്ഷണാസക്തിയെ നിഗ്രഹിച്ചില്ലെങ്കിൽ നീ ഒരിക്കലും കർത്താവിൻ്റേതാവില്ല, നീ യേശുവിൻ്റേതാവില്ല. കാരണം എന്താ? യേശുവിൻ്റേതാകണമെങ്കിൽ എല്ലാ തരത്തിലുള്ള സാധനവും കഴിച്ചും തിന്നും കുടിച്ചും നടന്നിട്ട് പിന്നെ യേശുവിൻ്റേതാകാൻ സാധിക്കില്ല, യേശുവിൻ്റേതാകാൻ സാധിക്കില്ല. റോമാലേഖനം 8-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ, റോമാലേഖനം 8-ാം അധ്യായം 7-8 തിരുലിഖിതം എന്താ പറയണത്? ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല.
എന്ന് പറഞ്ഞാൽ രുചി ഒരു പ്രവണതയാണ്, ഒരു ശാരീരിക പ്രവണതയാണ്, ഒരു ജഡിക പ്രവണതയാണ് ഇത് ടേസ്റ്റ്. അതിനെ നിഗ്രഹിക്കാനും നിയന്ത്രിക്കാനും ചൊൽപ്പടിക്ക് നിർത്താനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്നാണ് ഈ വചനം ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫിലിപ്പുന്നേര് പറയുകയാണ്, ഭക്ഷണാസക്തിയെ നിഗ്രഹിച്ചില്ലെങ്കിൽ നീ ഒരിക്കലും യേശുവിൻ്റേതാവില്ല. അതുകൊണ്ട് വലിയ വിശുദ്ധന്മാരെ ജീവചരിത്രം ഒന്ന് എടുത്ത് നോക്കിക്കേ. ഞാൻ ഓർക്കുന്നുണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹം ആഴ്സിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവസ്നേഹാഗ്നി ജ്വലിക്കുകയാണ്. ആ ആഴ്സിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അനേകം ഹൃദയങ്ങളിലേക്ക്, കഠിന ഹൃദയങ്ങളിലേക്ക് ദൈവം അനുതാപ കൃപ വർഷിച്ച് ആ നാടിനെ ദൈവികമായൊരു മേഖലയാക്കി മാറ്റി. എന്താണ് ഈ വിയാനി പുണ്യാളുടെ ഒരു പ്രത്യേകത? അദ്ദേഹം ഭക്ഷണത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കുറച്ച് റൊട്ടിയും കുറച്ച് റൊട്ടിയും വെള്ളവും കൊണ്ട് അദ്ദേഹം ജീവിതം നടത്തുകയാണ്. ഒരു ചട്ടി ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം എന്താ പറഞ്ഞത്, തൃണവൽക്കണിച്ച് അദ്ദേഹത്തിൻ്റെ സർവ്വശക്തിയുമായിട്ട് അദ്ദേഹം പ്രാർത്ഥനയിലും ദൈവിക കാര്യങ്ങളും ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി. അതാണ് റോമാലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. അദ്ദേഹത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, ഉച്ചയ്ക്ക് നല്ല വേറെ രുചിയുള്ളൊരു സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക, 4 മണിക്ക് പുതിയ ടേസ്റ്റുള്ള സാധനം ഉണ്ടാക്കി കഴിക്കുക, രാത്രിക്ക് മറ്റൊരു രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുക, ഡിന്നർ ഉണ്ടാക്കുക, പാർട്ടി വെക്കുക, പാർട്ടിക്ക് പോവുക, പാർട്ടിക്ക് ക്ഷണിക്കുക. ഇതൊന്നും ആയിരുന്നില്ല വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ്റെ ജീവിതത്തിൽ കാണുന്നത്. അദ്ദേഹം ദൈവിക കാര്യങ്ങളിൽ മുഴുകുകയാണ്. റോമാലേഖനം 14-17 പറയുകയാണ്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഫ്രാൻസിൽ സർവകലാശാലയിൽ വലിയ നിലയിൽ പഠിക്കുകയും വലിയ ലോക പ്രതാപത്തിൽ ഇരിക്കുകയും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങളെല്ലാം എന്തിൻ്റെ രുചിയൊക്കെ അറിയുകയും ചെയ്ത ലോകത്തിൻ്റെ ഒരു മനുഷ്യൻ. അതൊക്കെ യേശുക്രിസ്തുവിലേക്ക് വന്നപ്പോൾ തന്നെ അങ്ങോട്ട് പരിത്യജിച്ച് ഈശോയ്ക്ക് തന്നെ പൂർണ്ണമായി അങ്ങോട്ട് വിട്ടുകൊടുത്ത് അദ്ദേഹം ഭാരതത്തിലേക്ക് മിഷണറിയായി വന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ പറഞ്ഞെങ്ങനെയാണ്, കുറച്ച് ധാന്യങ്ങൾ, കുറച്ച് ഈ ചോറ് വരട്ടിയത്, ചോറെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ഉപ്പും മുളകൊന്നും പിടിക്കില്ല, ചോറ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് കഴിച്ച് അദ്ദേഹം മുഴുവൻ സമയം സുവിശേഷ വേലയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, പല വിശുദ്ധന്മാരും ഇങ്ങനെ ചില ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളും ചെറിയ റൊട്ടിയും വെള്ളവും കഴിച്ച് ജീവിച്ച് സുവിശേഷ വേല ചെയ്ത മിഷണറിമാരുടെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. എവുപ്രാസ്യമ്മയുടെ ജീവിതത്തിലും അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെല്ലാം നമുക്ക് വായിക്കുമ്പോൾ അത് കാണാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ ഒരു ഭക്ഷണത്തിനായിരുന്നില്ല അവരുടെ ജീവിതത്തിലെ വലിയ സന്തോഷത്തിൻ്റെ ഒരു മേഖല. അവർ അതിനെ കീഴ്പ്പെടുത്തി ദൈവിക മണ്ഡലത്തിലേക്ക് ഉയരാൻ അവർക്ക് കഴിഞ്ഞു. അത് അവരുടെ ആത്മീയ വളർച്ചയിലെ ഒരു നാഴികക്കല്ലായിട്ടുണ്ടെന്നുള്ളത് സത്യമായ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. തെർത്തുല്യനെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്, തെർത്തുല്യൻ വലിയ സഭാപിതാവാണ് തെർത്തുല്യൻ പറയുകയാണ്, അമിതമായ ഭക്ഷണഭ്രമം ഒരാളെ കൊല്ലുന്നു. ആത്മീയമായി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതിയിലും ഭയങ്കരമായത് ദുർബലനാക്കും. അതുമല്ലെങ്കിൽ അയാളുടെ മറ്റെല്ലാ നന്മകളിലും അത് കൈവെക്കും. അമിതമായ ഭക്ഷണക്രമം ആത്മീയമായൊരു മനുഷ്യനെ നശിപ്പിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളിലും ഈ ഭക്ഷണഭ്രമം അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളിലും കൈവെക്കുമെന്ന് തെർത്തുല്യൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം. സത്യത്തിൽ നമ്മളതൊന്ന് ചിന്തിച്ച് നോക്കിയേ, കണ്ടമാനം നന്നായി ഭക്ഷണം കഴിച്ച് പാനീയങ്ങൾ കുടിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പിന്നെ തടസ്സമാണ്. ആത്മീയ അലസത, പ്രാർത്ഥനയ്ക്ക് വിരസത, പ്രാർത്ഥനയിലുള്ള ടേസ്റ്റ് കുറഞ്ഞ് നമ്മൾ ലോകത്തിൻ്റെ മിത്രമാകാൻ തക്കവണ്ണം നമ്മളെ ലോകത്തിലേക്ക് വലിച്ച് ഇഴച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് ഇഷ്ടാനുസരണമുള്ള ഭക്ഷണപാനീയങ്ങൾ. ഭോജനപ്രിയം, മറ്റൊരു മേക്കാണ് ഭോജനപ്രിയൻ. ഇത് ലോകത്തിൻ്റെ മിത്രമാക്കാൻ നമ്മളെ തന്നെ വലിച്ചിഴച്ചുകൊണ്ട് പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് വിശുദ്ധ ബനബന്ധര ഈ കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പുണ്ട്. അദ്ദേഹം പറയുകയാണ്, അമിതാഹാരം കഴിക്കുന്നത് അശുദ്ധിയെ പരിപോഷിപ്പിക്കുമെന്ന് അറിയുക. അതായത് ഇത് ജഡിക പാപവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അമിതാഹാരം ഭക്ഷണം കഴിക്കണം, വിശപ്പിന് ഭക്ഷണം കഴിക്കണം, ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കണം.
എന്നാൽ രുചിക്ക് വേണ്ടി ഭക്ഷണം കഴിച്ച് അങ്ങനെ പോയി ഒരുപാട് ഡിന്നറുകളിലും ഒരുപാട് പാർട്ടികളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഭക്ഷണത്തിന് പുറകെ നടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് പറയാണ്, ഇതിൻ്റെ കൂടപ്പിറപ്പാണ് ജഡികപാപം, അല്ലെങ്കിൽ ആ ഭക്ഷണാസക്തി ജഡികപാപത്തെ എന്താ പറയണത്, ഇങ്ങനെ ഈ എണ്ണയ്ക്കധികം പെട്രോൾ ഒഴിക്കും കത്തണ മാതിരി കത്തിച്ച് ജ്വലിപ്പിക്കും. അമിതാഹാരം അശുദ്ധിയെ ജ്വലിപ്പിക്കും എന്ന് പറയണത്. വീണ്ടും ഇതിനെക്കുറിച്ച് മറ്റൊരു ജ്ഞാനി അദ്ദേഹത്തിൻ്റെ അനുഭവത്തിന് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അദ്ദേഹം സുഭാഷിതങ്ങളുടെ പുസ്തകം 29 അധ്യായം 21 വാക്യം എടുത്തിട്ട് വ്യാഖ്യാനിക്കുകയാണ്. ഭൃത്യനോട് ചെറുപ്പം മുതലേ അമിത ദാക്ഷിണ്യം കാട്ടിയാൽ നിനക്കുള്ളതെല്ലാം അവസാനം അവൻ സ്വന്തമാക്കും. ഇതുപോലെ നമ്മുടെ ഭൃത്യനാണ് നമ്മുടെ ശരീരം. നമ്മുടെ ആത്മാവിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ ശരീരത്തിന് വേണ്ടി അമിത ദാക്ഷിണ്യം കാട്ടി ശരീരത്തിന് വേണ്ടി ഒരു ഓവർ കെയർ കൊടുത്ത് ശരീരത്തിൻ്റെ കാര്യത്തിന് അമിത ദാക്ഷിണ്യം കാട്ടിയാൽ ഈ ശരീരം നിൻ്റെ ആത്മീയമായ സർവ്വ നന്മകളെയും അത് അപഹരിച്ച് കളയും. നീ ആത്മീയമായൊരു വട്ടപൂജ്യമായി മാറും. അതുകൊണ്ട് സുഭാഷിതം 29:21 പറയാണ്, നീ ഭൃത്യൻ്റെ നിലയ്ക്ക് നിർത്തണം. ശരീരത്തിൻ്റെ നിലയ്ക്ക് മാത്രം നിർത്തുക. ശരീരത്തെ ഓവർ കെയറോ അല്ലെങ്കിൽ ഓവറായിട്ട് ശരീരത്തിൻ്റെ ടേസ്റ്റുകൾക്ക് പുറകെ പായരുത്. അമിത ദാക്ഷിണ്യം, അമിത ആസക്തികൾ നല്ലതല്ല. വീണ്ടും വിശുദ്ധ അഗസ്തീനോസ് ഈ കാര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾക്ക് ചില പ്രബോധനം തരുന്നുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞങ്ങനെയാണ്, അമിതമായ ഭക്ഷണത്താൽ ആത്മാവ് ഭാരപ്പെട്ടാൽ മനസ്സ് അലസമാകുന്നു, മരവിക്കുന്നു, ദുഷ്ടവിചാരങ്ങളുടെയും ദുരാഗ്രഹങ്ങളുടെയും മുള്ളുകൾ മുളയ്ക്കുന്നു. അമിതമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭോഗാലസമായ ജീവിതം, ഭോഗാലസമായ ജീവിതം, ഭോജനപ്രിയത്തിൽ ബന്ധിക്കപ്പെട്ട ആത്മാവ് ജീവിതം, അമിത ഭക്ഷണത്തിൻ്റെ പുറകെ പായുന്ന, ടേസ്റ്റിന് പുറകെ പായുന്നൊരു ജീവിതം. അമിത ഭക്ഷണത്താൽ ആത്മാവ് ഭാരപ്പെട്ടാൽ മനസ്സ് അലസമാകുന്നു, മരവിക്കുന്നു, ദുഷ്ടവിചാരങ്ങളുടെയും ദുരാഗ്രഹങ്ങളുടെയും മുള്ളുകൾ മുളയ്ക്കും. അവിടെ മുള്ളുകൾ മുളയ്ക്കാൻ ആരംഭിക്കും. നല്ല ദൈവിക ചിന്തകളെല്ലാം അസ്തമിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? പൗലോസ് അപ്പോസ്തലൻ വളരെ വലിയ ജ്ഞാനം നേടിയ വ്യക്തിയാണ്. ലോകത്തിൻ്റെ ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്, ദൈവിക ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്, ആ ജീവിത അനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ട്. ആ ജീവിത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് 9 അധ്യായം 27 വാക്യം അവിടെ അപ്പോസ്തലൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി ഞാൻ ഡിസിപ്ലിൻ ചെയ്യുന്നു, നിയന്ത്രിച്ച് കീഴടക്കുന്നു. നല്ല സ്ട്രിക്റ്റായിട്ട് ഡിസിപ്ലിൻ ചെയ്യണം, കർശനമായി നിയന്ത്രിച്ച് കീഴടക്കണം ശരീരത്തിൻ്റെ പ്രവണതകളെ. പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ പ്രവണതകളിൽ വളരെ മുഖ്യ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ടേസ്റ്റ്, രുചി. അല്ലെങ്കിൽ അത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു തിന്മ മറ്റെല്ലാ മണ്ഡലങ്ങളിലേക്ക് ലോകത്തിൻ്റെ അരൂപിയുടെ കടന്നുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ചിലർക്ക് ഒരു ചിന്ത, അത് എന്നോട് നേരിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതല്ലേ, ഇതൊക്കെ നമുക്കിങ്ങനെ കഴിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത് എല്ലാം അറിയാം. ഈ കശുമാങ്ങ ദൈവം സൃഷ്ടിച്ചു, അതുകൊണ്ട് വാറ്റി കുടിക്കുക. മുന്തിരിങ്ങ ദൈവം സൃഷ്ടിച്ചു, അതുകൊണ്ട് അത് വീഞ്ഞുണ്ടാക്കി കുടിക്കുക. പിന്നെ അതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്, ഇതെല്ലാം നല്ലതാണ്, ഇതെല്ലാം കഴിച്ചോ എന്ന് നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. പക്ഷേ ആത്മാവിനെ നശിപ്പിക്കുന്നത് പോലെ കഴിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വലിയ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്ന് ആയുസ്സിൻ്റെ അനുഭവം, ഒരു ജീവിതത്തിൻ്റെ അനുഭവമൊക്കെ നേടിയ വലിയ സഭാപിതാക്കന്മാർ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ നടുവിൽ നിന്ന് അവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? വിവിധങ്ങളായ ഭക്ഷണ വസ്തുക്കൾ നാം ഭക്ഷിച്ച് ജീവിക്കുന്നതിനും ആരോഗ്യം പ്രാപിക്കുന്നതിനും വേണ്ടി ദൈവം സൃഷ്ടിച്ചു. എന്നാൽ അതൊക്കെ നമ്മുടെ അമിത ആസക്തിയാൽ ഭക്ഷിച്ച് നമ്മുടെ ആത്മാവിനെ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. വിശുദ്ധ ബനവന്തര ഈ ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സംയമനം പാലിക്കുന്നതിന് വേണ്ടി നാം പരിശീലിക്കാൻ വേണ്ടി വിശുദ്ധ ബനവന്തര പ്രാർത്ഥനയിൽ നിന്ന് ഉത്ഭൂതമായൊരു 3-4 നിർദ്ദേശങ്ങൾ തരികയാണ്.
നമ്മളൊരു കൺട്രോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നാമതായി അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, സമയക്രമമില്ലാതെ എപ്പോഴും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. ആദ്യം തന്നെ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരണം. കാണുമ്പോൾ എടുത്ത് ഭക്ഷിക്കുക, കാണുമ്പോൾ ഭക്ഷിക്കുക, കിട്ടുന്നിടത്തൊക്കെ ഭക്ഷിക്കുക, കാണുന്നിടത്തൊക്കെ ഭക്ഷിക്കുക. അത് എന്താ, അത് നിയന്ത്രണമില്ലാത്ത മൃഗങ്ങളുടെ സ്വഭാവമാണ്. മൃഗങ്ങൾ എവിടെ കണ്ടാലും അത് തിന്നും, കഴിക്കും. ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് കാട്ടാനയുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേറൊരു ജോലിയില്ല. ഞാൻ കാണുന്ന കാലം തൊട്ട് ഇന്ന് വരെ അതിന് ഒറ്റ ജോലിയുള്ളൂ, തിന്നതല്ല തിന്നുക. കാട്ടാന. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മൃഗങ്ങളുടെ ജോലിയാണത്. ഇങ്ങനെ തിന്ന് കൂട്ടുക, കാഷ്ടിച്ച് കൂട്ടുക. രണ്ടാമത്തെ ഒരു കാര്യം, ആർത്തിയോടെ ഭക്ഷിക്കുന്നത്. പട്ടിണി കിടന്ന ശ്വാനൻ ഭക്ഷിക്കുന്നത് പോലെ, ശ്വാനൻ എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്ന നായ്ക്കളൊക്കെ ഭക്ഷിക്കുന്നത് പോലെ, ഇങ്ങനെ ആർത്തിയോടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഭക്ഷിക്കുക. ഒരു ആർത്തി പൂണ്ട് ഭക്ഷണത്തിൻ്റെ മേൽ ഭക്ഷണം കഴിക്കുക. അത് നിയന്ത്രിക്കണം. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പം ഇന്ന് സഹോദരങ്ങൾ മറ്റൊരു വ്യക്തി പറഞ്ഞെങ്ങനെയാണ്, ഭക്ഷണം 2 വിധത്തിൽ കഴിക്കാം. ഒന്നുകിൽ അത് വിശന്നിരിക്കുന്ന പട്ടി കഴിക്കുന്ന പോലെ കഴിക്കാം, അല്ലെങ്കിൽ ഈ പ്രാവ് ധാന്യം കൊത്തി തിന്നുന്ന പോലെ കൊത്തി തിന്നുക. ഒരു ശാലീനതയിൽ, ഒരു ക്രമത്തിൽ, ശാന്തതയിൽ നമുക്ക് ഭക്ഷിക്കാൻ പറ്റും. ദൈവകൃപയിൽ ഭക്ഷിക്കുക. മൂന്നാമതായി പറയുന്നത് എങ്ങനെയാണ്, വളരെ കൂടുതലായ അളവിൽ ആടുമാടുകൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് മുഴുവൻ ആദ്യം കഴിച്ചിടും, എന്നിട്ട് പിന്നെയാണ് അവരതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. അതുമാതിരി വളരെ കൂടുതൽ അളവിൽ ഭക്ഷിക്കുക. വച്ചിരിക്കുന്ന മുഴുവൻ എടുത്ത് കഴിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും അവനവൻ ആവശ്യമുള്ളത് ചെയ്താൽ മതിയല്ലോ. വളരെ കൂടുതൽ ആൾ ഭക്ഷിക്കുന്നത് ശരീരത്തെ നശിപ്പിക്കും, ആരോഗ്യത്തെ നശിപ്പിക്കും, ആത്മാവിനെ നശിപ്പിക്കും. നാലാമതായി വിശുദ്ധ ബനഭദ്ര നിർദ്ദേശിങ്ങനെയാണ്, അധികമായ രുചികൾക്ക് പുറകെ ഓടരുത്, രുചിഭേദങ്ങൾ തേടി ഓടരുത്. നാം നമ്മുടെ രുചി തൃഷ്ണയെ നിയന്ത്രിക്കണം. വൈദികരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിശുദ്ധ ജെറോം വൈദികരെക്കുറിച്ച് ഒരു നല്ല ഉപദേശം വൈദികർക്ക് കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ജെറോം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, കൂടെ അത്താഴത്തിനുള്ള ക്ഷണം, അത്താഴം എന്ന് പറഞ്ഞാൽ ഡിന്നർ. അപ്പോൾ ചില വൈദികരെ ഡിന്നറിനൊക്കെ ക്ഷണിക്കും. കൂടെ ഡിന്നറിനുള്ള ക്ഷണം സ്വീകരിക്കുന്ന പുരോഹിതർക്ക് അധിക്ഷേപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അതിനാൽ അനുകരണീയരായ പുരോഹിതർ വിഭവസമൃദ്ധമായ സൽക്കാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. അനുകരണീയരായ പുരോഹിതർ വിഭവസമൃദ്ധമായ സൽക്കാരങ്ങളിൽ നിന്ന് ഓടിയകലണം. പാപത്തിൽ നിന്ന് ഓടിയകലുന്ന കാര്യം, ഭക്ഷണം പാപമൊന്നും അല്ലെങ്കിൽ പോലും മനുഷ്യ സഹജമായ പ്രകൃതിയെ നമ്മൾ ജ്വലിപ്പിച്ചാൽ അത് എന്താ പറയണത്, അത് വലിയൊരു കാട്ടുതീയായി കത്തി ആളി പടരും. അതുകൊണ്ട് വിവേകമുള്ളവർ അത് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ലൊറൻസോ സ്കൂപ്പോളി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അദൃശ്യ പോരാട്ടം. അതിൽ പറഞ്ഞിരിങ്ങനെയാണ്, മികച്ച ഭക്ഷണം, മികച്ച പാനീയം എന്നിവയിലേക്ക് വലിയ താല്പര്യത്തോടെ നോക്കുന്നതും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതും അന്വേഷിക്കുന്നതെല്ലാം ഏതെങ്കിലും വിധത്തിൽ അപകടകരമായി മാറും. നമ്മുടെ ആദിമാതാവായ ഹൗവ ഏദൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട ഭക്ഷണത്തിൻ്റെ ഫലത്തിലേക്ക് ദുഷിച്ച കണ്ണുകളോടെ നോക്കി. ആ പഴം പറിച്ച് തിന്നു. വിശന്നിട്ട് തിന്നൊന്നുമല്ല, അതിന് വേറെ ഭക്ഷണം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് എക്സ്ട്രാ ടേസ്റ്റ് പോയി നോക്കിയത്, വെറുതെ ടേസ്റ്റ് നോക്കിയതാണ്. ദുഷിച്ച കണ്ണുകളെ നോക്കിയതും പഴം പറിച്ച് തിന്നതും അവളുടെയും അനന്ത തലമുറകളുടെയും നാശത്തിന് എപ്രകാരം കാരണമാക്കി എന്ന് ഓർമ്മിക്കുക. ദ്രവ്യാഗ്രഹം, ആഡംബരഭ്രമം എന്നിവ നിങ്ങളുടെ കണ്ണുകളിലൂടെ നിങ്ങളുടെ ആത്മാവിൽ കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനോഹരമായ വസ്ത്രങ്ങൾ, വെള്ളി, സ്വർണം, ലോകത്തിന് തിളക്കമുള്ള വേഷങ്ങൾ തുടങ്ങിയവയെ ആഗ്രഹത്തോടെ നോക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഭക്ഷണപാനീയങ്ങളിൽ. ദാവീദിനെ പോലെ പ്രാർത്ഥിക്കുക, വ്യർത്ഥതകളിൽ നിന്നും എൻ്റെ ദൃഷ്ടി തിരിക്കണമേ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വ്യർത്ഥതകളുടെ പുറകെ പായാൻ വേണ്ടി നമ്മൾ പായിൽ നിന്ന് എഴുന്നേക്കരുത്. 119-ാം സങ്കീർത്തനത്തിൽ 37-ാമത്തെ വാക്യം, ഇത് ഇന്ന് പ്രാർത്ഥിക്കണം. 119-ാമത്തെ സങ്കീർത്തനം അതിൽ 37-ാമത്തെ വാക്യം, വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി അവിടുന്ന് പിന്തിരിപ്പിക്കണം, അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. ഇപ്പം ജീവൻ നഷ്ടപ്പെട്ട് കിടക്കാൻ ലോക വസ്തുക്കളിൽ, ഭക്ഷണപാനീയങ്ങളിൽ
ജഡികാഗ്രഹങ്ങളിൽ, ലോകതൃഷ്ണയിൽ ഇന്ന് ജീവൻ നഷ്ടപ്പെട്ട് മൃതപ്രായമായി കിടക്കുകയാണ്. എൻ്റെ ദൈവമേ, അങ്ങയുടെ മാർഗ്ഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ, പ്രാർത്ഥിക്കണം. ഉജ്ജീവിപ്പിക്കണമേ, ജീവൻ തരണമേ, വീണ്ടും ജീവൻ തരണമേ, പ്രാർത്ഥിക്കണം. 119 സങ്കീർത്തനം 37 വാക്യം ഇന്ന് കുറിച്ച് വെച്ച് നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ വീണ്ടും ലോറൻസോ സ്കൂപ്പോളി അതിൻ്റെ മറ്റൊരു ഉൾക്കാഴ്ച കൂടെ നമുക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ ആസാദ്യതയും ഉദരത്തെയും മധുരതരവും കൊഴുപ്പ് കൂട്ടുന്നതുമായ ഭക്ഷണത്താലും ജ്വലിപ്പിക്കുന്ന സുരഭിലമായ പാനീയങ്ങളാലും അടിമപ്പെടുത്താതിരിക്കാൻ സൂക്ഷിക്കുക. എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ആസ്വാദ്യതയെയും ഉദരത്തെയും മധുരതരവും കൊഴുപ്പ് കൂട്ടുന്നതുമായ ഭക്ഷണത്താലും ജ്വലിപ്പിക്കുന്ന സുരഭിലമായ പാനീയങ്ങളാലും അടിമപ്പെടുത്താതിരിക്കാൻ സൂക്ഷിക്കുക. ആസക്തികളിലേക്കും തിന്മ പ്രവർത്തികളിലേക്ക് വരെയും അത്തരം ഭക്ഷണ വിഭവങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം. നിങ്ങൾ അവയ്ക്കുള്ള മാർഗം കണ്ടെത്തുകയും അവ ആസ്വദിക്കുകയും ചെയ്തു തുടങ്ങുമ്പോൾ ഉദരത്തിനടിയിൽ പ്രവർത്തിക്കുന്ന ജഡിക സന്തോഷങ്ങളുടെയും മൃഗീയമായ കാമാതുരതയുടെയും കിടങ്ങുകളിലേക്ക് അവ നിങ്ങളെ വീഴ്ത്തും, അവ നിങ്ങളെ തള്ളിയിടും എന്നാണ് പറയണത്. മുന്നറിയിപ്പ് തരികയാണ്, ഒരു വാണിംഗ് എന്നതുപോലെ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ലോറൻസോ സ്കൂപ്പോളി തൻ്റെ പുസ്തകത്തിൽ എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് ആത്മീയ മാർഗത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 3:18-19 ശക്തമായ ഒരു താക്കീതും ഒരു വെളിപ്പെടുത്തലും ദൈവമക്കൾക്കായി നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ 33 ദിവസത്തിന് ശേഷം നമ്മൾ ഈശോയ്ക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള അടുപ്പവും ഈശോയ്ക്കുള്ള സമ്പൂർണ്ണ പ്രതിഷ്ഠയും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പം, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലോകാരൂപി നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന എല്ലാ വാതിലുകളും അടയ്ക്കാൻ നമ്മൾ നോക്കണം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊരു ഉറുമ്പ് പോലെ കയറി പിന്നീടൊരു സിംഹം പോലെ ആകുന്ന ലോക അരൂപിക്കുള്ള വാതിലുകൾ അടയ്ക്കണം. ജോബിൻ്റെ പുസ്തകം 4:11 പറയുകയാണ്, നമ്മൾ ഈ ലോക അരൂപിക്കുള്ള വാതിലടച്ചാൽ അത് സിംഹം നശിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ കിടന്ന് നശിക്കും. ശക്തനായ സിംഹം ഇരകെട്ടാതെ നശിക്കും. അതുപോലെയായിരിക്കും നമ്മുടെ വാതിലുകളെ നമ്മൾ വിലപ്പെടുത്തിയാൽ, ഓടാമ്പൽ വെച്ച് പൂട്ടും സാക്ഷിയൊക്കെ ഇട്ട് സൂക്ഷിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാവും. ലോകാരൂപിയുടെ എല്ലാ ആധിപത്യങ്ങളും അവിടെ കെട്ടടങ്ങും. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് ദൈവകൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ശ്രമ വർഷിക്കണമേ കർത്താവേ, ഉണർവ് വർഷിക്കണമേ കർത്താവേ, തീഷ്ണത വർഷിക്കണമേ കർത്താവേ, ജീവിതങ്ങളിലേക്ക് ആത്മാവിന് വീണ്ടും പകരണമേ. എല്ലാ
ഹൃദയങ്ങളെ ഉണർത്തണമേ. പ്രാർത്ഥനയുടെ ചൈതന്യം പകരണമേ. ലോക അരൂപിയുടെ ആധിപത്യങ്ങളെ തകർക്കണമേ. കൃപ നിറയ്ക്കണമേ. ഒരുമിച്ച് കൂട്ടണമേ. അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. സ്വാതന്ത്ര്യം പകരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ യേശുവേ. തുടർന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ശക്തിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി വിശ്വാസ സത്യങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ച് ഡെലിവറൻസിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ 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 നൽകണമേ. അഭിഷേകം നൽകണമേ. അഭിഷേകം നൽകണമേ. ഉണർത്തണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്താ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്താ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. എന്നിൽ നീട്ടണമേ. പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുമേൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ തൃത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ നീരുറവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധ
പരിശുദ്ധ അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദപരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേയൊരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോട് കൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാ തിന്മകളും ശുദ്ധീകരിക്കണമേ. ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ലോക അരൂപിയുടെ എല്ലാ ആധിപത്യങ്ങളും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴുമി ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴുമി ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ
ശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേ എന്നെ ശുദ്ധീകരിക്കണമേ ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ 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 അവിടുന്ന് ഇടപെടണമേ. സ്വർണ്ണത്തെ പോലെ എന്നെ ശുദ്ധീകരിക്കണമേ പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ സ്വർണ്ണത്തെ പോലെ എന്നെ ശുദ്ധീകരിക്കണമേ പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേ എന്നെ ശുദ്ധീകരിക്കണമേ ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. തുടർന്ന് മുട്ടിന്മേൽ നിന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠാ ജപം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ മനോഹര ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇപ്പോൾ രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തുക. എൻ്റെ ഈശോയെ, എന്നെയും കുടുംബത്തെ അനുഗ്രഹിക്കണം. കർത്താവേ, അങ്ങയുടെ നിത്യജീവന്റെ വചനങ്ങളിൽ ഞങ്ങൾക്ക് തരണം. നിത്യജീവന്റെ വഴികളിലൂടെ ഞങ്ങളെ നടത്തണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴുമി ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴുമി ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ
തുടർന്ന് പരിശുദ്ധ മാതാവിനോട് നമ്മൾ മധ്യസ്ഥ അപേക്ഷിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ സംരക്ഷിക്കണം. ലോകത്തിൻ്റെ ദംശനമേൽക്കാതെ, പ്രത്യേകിച്ച് ലോക അരൂപിയുടെ, പ്രത്യേകിച്ച് മാംസ ഭക്ഷണപാനീയങ്ങളിലൂടെ വരുന്ന എല്ലാ സ്വാധീനാധിപത്യങ്ങളെയും മാറ്റി അവയെല്ലാം നിയന്ത്രിച്ച് അതെല്ലാം ചൊൽപ്പടിക്ക് നിർത്താൻ തക്കവണ്ണമുള്ള ആത്മീയ ഔന്നത്യം, ദുഷ്പ്രഭുത്വങ്ങളുടെ മേൽ, ആധിപത്യങ്ങളുടെ മേൽ അധികാരം ഞങ്ങൾക്കുണ്ടാകാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈരടി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കാ പ്രാർത്ഥിച്ചിടണേ എന്നും. അമ്മേ അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കാ പ്രാർത്ഥിച്ചിടണേ എന്നും. അമ്മേ അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കാ പ്രാർത്ഥിച്ചിടണേ എന്നും. അമ്മേ പ്രാർത്ഥിച്ചിടണേ എന്നും. അമ്മേ പ്രാർത്ഥിച്ചിടണേ എന്നും. അമ്മേ